അങ്ങനെയാണ് ശ്രീ സജിമോൻ ആന്റണി അമേരിക്കയിലും ചേരുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണല്ലോ. ട്രംപ് ഇപ്പോൾ സമാധാനത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ് എന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ ആണവായുധം ഉപയോഗിക്കില്ല എന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് സമാധാനത്തിൻ്റെ പാത തുറന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അപ്പോൾ ഇസ്രായേൽ മറ്റൊരു വഴിക്ക് പോവുകയാണല്ലോ. ലെബനനിൽ ആക്രമണം തുടരുകയാണ്. ഒരു വേള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് നെതന്യാഹുവിനെ ക്രേസി എന്ന് വിളിച്ചു എന്നൊക്കെ ആ രീതിയിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തായാലും യുദ്ധം വേണ്ട എന്ന നിലപാടുള്ളവരാണല്ലോ അമേരിക്കയിൽ ഇപ്പോഴും കൂടുതൽ, സർവേ അനുസരിച്ച്. മഞ്ജുഷ്, ഒരു പരിധി വരെ താങ്കൾ പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് സഹപാനലിസ്റ്റ് പറഞ്ഞതിനോട് ചില വിയോജിപ്പുകൾ ഉണ്ട് എന്ന് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇവിടുന്നുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇസ്രായേലും ട്രംപുമായിട്ട്, അതായത് ട്രംപും നെതന്യാഹുവുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നു എന്നുള്ള കാര്യത്തിൽ അൺകൺഫേംഡ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്. എഫിം ബി ഷീറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളൊക്കെ പറഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്താണ് ഇവിടെ നിന്നുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് 96 ദിവസം പിന്നിടുമ്പം ഏകദേശം 4000-നും 6000-നും ഇടയ്ക്ക് ആളപായവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എവിടെ നിന്ന് നമ്മൾ തുടങ്ങി, എവിടെ കൂടെ നടന്നു, എവിടെ വന്ന് നിൽക്കുന്നു, ഇനി എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സങ്കീർണമായ അവസ്ഥയിലാണ് എന്ന് പറഞ്ഞതിനകത്ത് സംശയമില്ല. എന്നാൽ ആ ഒരു ഈക്വൽ സമയത്ത് തന്നെ എനിക്ക് ഇതുകൂടെ പറയേണ്ടിയിരിക്കുന്നു. സഹപാനലിസ്റ്റ് ആരൊക്കെ പറയുന്നത് കേട്ടു, അമേരിക്കയുടെ കപ്പാസിറ്റി കുറഞ്ഞു, അല്ലെ അമേരിക്കയെ ഒരു മുഖവിൽ കിടക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു. അത് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു മിലിറ്ററി ഫോഴ്സിന്റെ ഒരു കാര്യത്തിൽ പറയുവാണെങ്കിൽ ഇന്ന് ലോകത്തിൽ ഏത് ശക്തിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിലും അമേരിക്കയുടെ മിലിറ്ററി മൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുള്ളൊരു കാര്യമില്ല. പക്ഷേ എന്നാൽ നമുക്ക് റീജിയണൽ ഡിഫറൻസുകൾ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ അഭിപ്രായ വ്യത്യാസങ്ങൾ രേഖപ്പെടുത്താൻ കുഴപ്പമില്ല. അത് ഒന്ന്. രണ്ടാമത്തേത്, സമാധാനത്തിന്റെ കാര്യത്തിൽ ഇത് എങ്ങോട്ട് എന്ന് ചോദിക്കുകയാണെങ്കിലും, അതായത് എന്തിനാണ് അമേരിക്ക അവിടെ പോയത്? അമേരിക്ക പോയത് രണ്ട് പ്രധാന കാര്യങ്ങളുമായിട്ടാണ് അവിടെ പോയത്. ഒന്ന്, ഇറാന്റെ ഇപ്പോഴത്തെ കറണ്ട് ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു പുതിയൊരു ഭരണം സ്ഥാപിക്കുക എന്നുള്ള ഒരു IRGC വിട്ടിട്ട് വേറൊരാളെ ഏൽപ്പിക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു എങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി, അത് കഴിഞ്ഞ 2-3 ദശകങ്ങളായിട്ട് അമേരിക്കയിൽ അല്ലെ ലോകത്തിൽ മൊത്തമായിട്ടൊരു ഹോട്ട് ടോപ്പിക്കാണ്. കാരണം ഇതിനു മുമ്പ് ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ ഉണ്ടായിരുന്നപ്പം ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുകയും എന്ന് തൊട്ട് ആ ഡീൽ ഉണ്ടായോ അന്ന് മുതൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ ട്രംപ് പ്രസിഡന്റ് ആകാതിരിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും അമേരിക്ക ഇറാന് സറണ്ടർ ചെയ്തു, അല്ലെങ്കിൽ അമേരിക്ക ഇറാന്റെ ഈ ഒരു ഡീൽ എടുക്കുന്നതോടുകൂടി വീക്ക് ആവുകയാണ് ചെയ്തത് എന്നുള്ളത് ഇത് വന്നു. ആദ്യത്തെ ടൈമിൽ വന്നു, രണ്ടാമത്തെ ടൈമിൽ അത് ആദ്യത്തെ ടൈമിൽ തന്നെ ആ ഒരു എഗ്രിമെന്റ് മറിച്ചിടുകയും അതിനുശേഷം റീനെഗോഷിയേഷൻ തുടങ്ങുകയും അത് ഒരിടത്തും എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിവിധിയാണ് വന്നത്. അപ്പൊ അതിനുശേഷമാണ് ഇസ്രായേലിന് വേണ്ടി, അല്ല ഇസ്രായേൽ പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ കൈപിടിച്ച്, അല്ലെ ഇസ്രായേലിന്റെ തോളിൽ കയറി, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ തോളിൽ കയറി, എങ്ങനെയും ആയിക്കോട്ടെ ഈ ഒരു സ്ട്രൈക്കിൽ